പ്രിയമുള്ളവരെ, ഒരുപാട് സങ്കടം തോന്നിക്കുന്ന ഒരു സംഭവമാണിപ്പോൾ ഞങ്ങളുടെ പാലക്കാട് ഡിസ്ട്രിക്റ്റിൻ്റെ അപ്പുറം വാളയാറിൽ നടന്നത്. കാരണം മറ്റൊരു മധുവിനെ പോലെ കട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഛത്തീസ്ഗഡ് സ്വദേശിയെ തച്ച് കൊല്ലുന്നൊരു സംഭവം ഉണ്ടായി. മനുഷ്യന്മാർക്കിപ്പോൾ കൊല്ലലൊന്നും ഒരു കുട്ടിക്കളി പോലെയാണ് തോന്നുന്നത്. എന്തിനാണ് ജീവിതത്തിൽ ഇതൊക്കെ ചെയ്യുന്നത്? അന്യ നാട്ടിൽ നിന്നും ഇവിടെ വന്ന് പണിയെടുത്ത് എന്തെങ്കിലും കുട്ടികളെയും മക്കളെയും നോക്കാൻ വേണ്ടിയിട്ട് 10 രൂപ സമ്പാദിക്കാൻ വേണ്ടി വന്ന ആളുകളെ തച്ച് കൊല്ലുന്ന ഒരു സംഭവം. ഒരു പേടിയും, നമ്മൾ നിയമത്തെ പോലും ആർക്കും പേടിയില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. കാരണം നിയമം കുറേ കാലം അവരെ തീറ്റിപ്പോറ്റി കൊണ്ട് നടന്നിട്ട് ഒരു കാലമാകുമ്പോൾ അവർക്ക് ഇതിന് കൊടുക്കും, ജാമ്യം കൊടുത്ത് പുറത്ത് വിടും. വീണ്ടും ഇതുപോലൊക്കെ തന്നെയാണ് വീണ്ടും നടക്കുന്നത്. എന്തിനാണ് ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ? കാരണം ഒരുത്തനെ കൊന്ന് 3 പേര് കൂടിയിട്ടാണ് കൊന്നത്. കാരണം എനിക്ക് കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടാൻ കാരണം ആളെ കണ്ടപ്പോൾ വിഷമം തോന്നി. കാരണം എന്താ വെച്ചാൽ മധുവിൻ്റെ അതേ മോഡൽ, അതേ മുഖച്ഛായുള്ളൊരു ഛത്തീസ്ഗഡ് സ്വദേശിയാണ്. അപ്പോൾ എന്തായാലും മനുഷ്യനല്ലേ ഇതുപോലെയൊക്കെ തച്ചും കുത്തിയും കൊല്ലാനൊക്കെ? എന്താണ് മനുഷ്യന്മാരെ ഒരു സത്യം പറയാലോ, ഒരു പേടിയോ അല്ലെങ്കിൽ നിയമത്തിനെ പേടിയില്ല എന്നാണ്. നിയമത്തിന് ഒരു പേടിയില്ല, അല്ലെങ്കിൽ ഒരിക്കലും ഇതുപോലെ ആരും ചെയ്യില്ല. നിയമത്തിന് പേടിയുണ്ടെങ്കിൽ ഒരാൾ ഇതുപോലെ ഒരാളെയും തച്ച് കൊല്ലാനോ അല്ലെങ്കിൽ വേറെ ഇതിനെ ഉപദ്രവിക്കാനോ ഒന്നും നിൽക്കില്ല. നിയമത്തിന് പേടിയില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഭയങ്കരമായ ഒരു സങ്കടമായ ഒരു ന്യൂസാണത്. ഇത് കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. കാരണം അങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ മുമ്പ് മധുവിനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതുപോലെ ഒരാളെ വീണ്ടും തച്ച് കൊല്ലുക എന്നൊക്കെ പറയുമ്പോഴേ അയ്യോ, അത് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ ജീവിതത്തിൽ ഇതിനൊക്കെ ഏത് ഗംഗയിൽ പോയാലാണ് ഈ പാപങ്ങളൊക്കെ തീരുകയെന്ന് ചോദിച്ചാൽ ഒരു പിടുത്തമല്ല. കാരണം അങ്ങനത്തെ തല്ലാനും കൊല്ലാനും പേടിയില്ലാത്ത ആളുകളായി മാറിപ്പോയി നമ്മുടെ നാട്ടിലെ ആളുകൾ. അപ്പോൾ എന്തായാലും ഒരുപാട് ഈ കൊന്ന ആളുകൾക്ക് അതിൻ്റേതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ ജയിലിൽ കൊണ്ടുപോയി തീറ്റി പോറ്റിയിട്ട് അവരെ കുറേ കാലം അവരെ ശരീരമൊക്കെ നന്നാക്കി കുറച്ച് കാലം കഴിഞ്ഞാൽ പുറത്ത് വിടുന്നൊരു സംഭവമാണ്. അതുപോലെ ഒരിക്കലും ഉണ്ടാവരുത് ഈ നിയമത്തിൻ്റെ മുമ്പിൽ. അവർക്ക് അവരുടേതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്.